കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും, എല്ലാ ദൈവമക്കൾക്കും പ്രഭാത വന്ദനങ്ങൾ. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 1 അധ്യായം അതിൻ്റെ 9 വാക്യം, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കാതലായ ഒരു സത്യത്തെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ലേഖനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ തുടക്കമാണത്. കൊരിന്ത്യയിലെ സഭാംഗങ്ങൾക്കിടയിൽ പലവിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ചും അവിടുത്തെ വിശ്വസ്തയെക്കുറിച്ചും പൗലോസ് വളരെ നമ്മളെ ഓർപ്പിക്കുന്നത്. മനുഷ്യർ പലപ്പോഴും തങ്ങളുടെ തീരുമാനങ്ങളിലും വാഗ്ദത്തങ്ങളിലും അസ്ഥിരമായിരിക്കാം. എന്നാൽ ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളിൽ എപ്പോഴും വിശ്വസ്തനാണ്. പൗലോസ് ഇവിടെ അടിവരയിട്ട് പറയുന്നത്, വിശ്വാസിയെ വിളിച്ചത് മനുഷ്യനല്ല, മറിച്ച് സാക്ഷാൽ ദൈവമാണ് എന്നതാണ്. ദൈവം തൻ്റെ മകനെ കൂട്ടായ്മയിലേക്ക് വിളിച്ചുവെങ്കിൽ ആ വിളി പൂർത്തിയാക്കാൻ ആവശ്യമായ ശക്തിയും കൃപയും നൽകുവാൻ ദൈവം വിശ്വസ്തനാണ് എന്നാണ് പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു. ഇതിനെങ്ങനെ മനസ്സിലാക്കാം? യേശുക്രിസ്തുവിനോടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം. ഇത് വെറും ഒരു മതപരമായ ചടങ്ങല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ജീവിതത്തിലും മരണത്തിലും ഉയർപ്പിലും പങ്കാളികളാകുക എന്നതാണ്. ക്രിസ്തുവിൻ്റെ സ്വഭാവം, അവിടുത്തെ സ്നേഹം, ത്യാഗം എന്നിവ ഉൾക്കൊണ്ട് ജീവിക്കുക എന്നതാണ്. ഈ കൂട്ടായ്മയുടെ ഭൂമിയിൽ തുടങ്ങുന്നതും നിത്യതയിൽ പൂർണ്ണമാകുന്നതുമായ ഒന്നാണ്. ഈ വചനം വിശ്വാസികൾക്ക് നൽകുന്ന പ്രധാന സന്ദേശങ്ങൾ ആണ്. നാം ക്രിസ്തീയ ജീവിതത്തിൽ നിലനിൽക്കുന്നത് നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ വിശ്വസ്തതയിലാണ്. അവിടുന്ന് നമ്മെ കൈവിടുകയില്ല. നമ്മെ ഓരോരുത്തരെയും ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തതും ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചതും അവിടുത്തെ വലിയ പദ്ധതിയുടെ ഭാഗമാണ്. ജീവിതത്തിലെ പ്രതിസന്ധികൾക്കിടയിലും നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ട് അവിടുന്ന് തൻ്റെ പണി നമ്മിൽ പൂർത്തിയാക്കുമെന്ന ഉറപ്പ് ഇത് നൽകുന്നു. ദൈവം വിശ്വസ്തനാണ് എന്ന ഈ വാക്ക് വിശ്വാസിക്ക് ഏത് സാഹചര്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കാനുള്ള വലിയൊരു ധൈര്യമാണ് നൽകുന്നത്. അവിടുന്ന് നമ്മെ ക്രിസ്തുവിലൂടെ തൻ്റെ മക്കളാക്കി മാറ്റി അവിടത്തോട് ചേർത്ത് നടക്കാനുള്ള കൃപ നൽകുന്നു എന്നതാണ് ഈ വചനത്തിൻ്റെ കാതൽ. നമ്മെ ക്രിസ്തുവുമായുള്ള നിത്യമായ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളിലും പരിപാലനയിലും എന്നേക്കും വിശ്വസ്തനാണ്. ഇതിനാസ്പദമായി നമ്മൾ ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മെ വിളിച്ചവൻ വിശ്വസ്തൻ എന്നാണ് ആശയത്തെ ഉറപ്പിക്കുന്നത്. തെസ്സലോനിക്ക 1 ലേഖനം 5 അധ്യായം 24 വാക്യത്തിൽ നാം കടന്നൊരു നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ, അവൻ അത് നിവർത്തിക്കുമെന്ന് തന്നെയാണ് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുന്നത്. 2 ലേഖനം തെസ്സലോനിക്ക 2 ലേഖനം 3 അധ്യായം 3 വാക്യത്തിൽ കടന്നു വരുമ്പോൾ കർത്താവ് വിശ്വസ്തൻ, അവൻ നിങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. അതുപോലെ 2 അധ്യായം 13 വാക്യത്തിൽ നാം കടന്നു വരുമ്പോൾ നാം അവിശ്വസ്തരായി തീർന്നാലും അവിടുന്ന് വിശ്വസ്തനായിരിക്കും, തന്നെത്താൻ നിഷേധിക്കാൻ അവിടത്തേക്ക് കഴിയുകയില്ല. നമ്മെ അവിടുത്തെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്ന എന്ന ആശയത്തെ വളരെ വ്യക്തമാക്കുന്ന വാക്യങ്ങളാണ്. യോഹന്നാൻ എഴുതിയ ലേഖനം 1 ലേഖനം 1 അധ്യായം 3 വാക്യത്തിൽ കടന്നു വരുമ്പോൾ, ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നതിനെ നിങ്ങളോട് അറിയിക്കുന്നു, നിങ്ങളും നമ്മളോട് കൂടെ കൂട്ടായ്മയുള്ളവരാകേണ്ടതിനും തന്നെ നമ്മുടെ കൂട്ടായ്മ പിതാവോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും കൂടെയാകുന്നു.
ഗലാത്യ ലേഖനം 2:20 നാം വായിക്കുന്നു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. യോഹന്നാൻ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 15:4 നാം വായിക്കുന്നു, എന്നിൽ വിശ്വസിപ്പിൻ, ഞാനും നിങ്ങളിൽ വസിക്കും എന്ന് നമ്മുടെ ദൈവവചനത്തിൽ നമുക്ക് കാണാം. അതായത് എന്നിൽ വസിപ്പിൻ, ഞാനും നിങ്ങളിൽ വസിക്കും. കൊമ്പും മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഫലം കായ്പാൻ കഴിയാത്തതുപോലെ നിങ്ങളും അവനിൽ വസിച്ചല്ലാതെ ഫലം കായ്ക്കുകയില്ല എന്ന് നമുക്ക് തിരുവചനത്തിലൂടെ വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ വചനങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതം പൂർണ്ണമായും ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ അധിഷ്ഠിതമാണെന്നും ക്രിസ്തുവുമായുള്ള ബന്ധമാണ് ക്രിസ്തീയതയുടെ അടിസ്ഥാനമെന്നും വ്യക്തമാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കർത്താവ് കൂടുതലായിട്ട് കർത്താവിൽ ആശ്രയിക്കാം. അതേ തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ഈ കൂട്ടായ്മയിലേക്ക് നമ്മളെ ദൈവം വിളിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ വലിയ ഒരു കാര്യമാണ് ദൈവിക കൂട്ടായ്മ. ദൈവമക്കൾ ഒത്തുചേർന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ കൂട്ടായ്മയിലേക്ക് ദൈവം കൊണ്ടുവന്നെങ്കിൽ നമ്മുടെ യാതൊരുമായിരിക്കുന്ന കഴിവോ ജീവിതത്തിൽ എല്ലാം നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞോ ദൈവസന്നിധിയിൽ നമുക്ക് ചെല്ലുവാൻ സാധിക്കില്ല. കാരണം നാം ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയവരായിരുന്നു, ഒരു യോഗ്യതയില്ലാത്തവരായിരുന്നു, ദൈവമായിട്ട് നമുക്കൊരു ബന്ധമില്ലാത്തവരായിരുന്നു. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങളെ വിളിച്ച് വേർതിരിച്ച് പാപത്തിന് പരിഹാരം പറ്റിക്കൊണ്ട് കൽവരിക്രൂശിലെ ആ രക്തത്താൽ ശുദ്ധീകരിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ കൊണ്ടുവന്നു എന്നത് ഓർത്ത് നമുക്ക് സ്തുതിക്കാം. എത്രയോ ശ്രേഷ്ഠമായിരിക്കുന്ന യോഗ്യതയുള്ള സ്ഥാനത്തേക്കാണ് നമ്മളെ കൊണ്ടുവന്നത്. അതിന് നമ്മൾ യോഗ്യരാണോ എന്നുള്ളത് നമ്മളെ തന്നെ ശോധന ചെയ്യാം.